നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ MLS അവസാനിച്ചിരിക്കുകയാണ്. MLS കപ്പിൽ 2-1 ന്യൂയോർക്ക് റെഡ് ബുൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് LA ഗാലക്സി ചാമ്പ്യന്മാരായിരിക്കുന്നു. അവരാണ് ഇത്തവണത്തെ MLS ചാമ്പ്യന്മാർ. അപ്പോൾ ഇന്റർ മയാമിയോ? ഇന്റർ മയാമി കിരീടം ചൂടി എന്ന് പറയുന്നത് സപ്പോർട്ടേഴ്സ് ഷീൽഡിലാണ്. ആ കാര്യം ഒരുപക്ഷെ സുഹൃത്തുക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. ഇപ്പം MLS-ൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കോൺഫറൻസ്, വെസ്റ്റേൺ കോൺഫറൻസ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആ ഈസ്റ്റേൺ കോൺഫറൻസിൽ 34 കളികളിൽ നിന്ന് 74 പോയിന്റ് ഒന്നാമതായപ്പോൾ, വെസ്റ്റേൺ കോൺഫറൻസിൽ LAFC 34 കളികളിൽ നിന്ന് 64 പോയിന്റോടെ ഒന്നാമതും, അത്ര തന്നെ പോയിന്റുകളുമായിട്ട് LA ഗാലക്സി ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാമതും പോവുകയായിരുന്നു. ഏതായാലും പിന്നെ അപ്പം ടോട്ടൽ ഈ രണ്ട് ഗ്രൂപ്പുകളിലും ഏറ്റവും ഉയർന്ന പോയിന്റ് ഉള്ളത് കൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ഇന്റർ മയാമിക്ക് കൊടുക്കുന്നത്. അവരാണ് റെഗുലർ സീസൺ വിന്നേഴ്സ് എന്നാണ് വെപ്പ്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിലെയും ടീമുകൾ തമ്മിൽ പിന്നെ പ്ലേ ഓഫിലൂടെ വന്ന് ഏറ്റുമുട്ടുന്ന മത്സരം, ഫൈനലിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് MLS കപ്പിലുള്ളത്. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ ബെസ്റ്റ് ഓഫ് 3 റൗണ്ടാണ് ആദ്യ റൗണ്ട്. അതിൽ തന്നെ ഇന്റർ മയാമി പുറത്താവുകയായിരുന്നു. അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഇപ്പോൾ MLS ചാമ്പ്യന്മാരായിക്കൊണ്ട് LA ഗാലക്സി വരുന്നത്. 2-1 അവർ വിജയിച്ചേർന്നു. അപ്പോൾ MLS തവണ വിജയിച്ചത് LA ഗാലക്സിയാണ്. ഈ കളിയിൽ 9ാമത്തെ മിനിറ്റിൽ പെയിൻസിലൂടെ LA ഗാലക്സി ലീഡെടുത്തതാണ്. പിന്നീട് 13ാമത്തെ മിനിറ്റിൽ ജോവൽജിച്ച് അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 28ാമത്തെ മിനിറ്റിൽ നീൽസിലൂടെ ഒരു ഗോള് ന്യൂയോർക്ക് റെഡ് ബുൾസ് മടക്കിയെങ്കിലും പിന്നീട് അവർക്ക് കളി പിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇത്തവണത്തെ MLS ജേതാക്കൾ LA ഗാലക്സി ന്യൂയോർക്ക് റെഡ് ബുൾസിനെ തോൽപ്പിച്ചുകൊണ്ട് LA ഗാലക്സി ജേതാക്കളായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.